ശ്രീമുരുക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് ചോദ്യ വിശാഖം അനിഴം. ഈ 3 പേരും താതാങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അവരുടെ സ്റ്റാറ്റസ് പാലിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കണം. അതായത് കുറ്റവരായ ആളുകളോട് പോലും കുറ്റവരായ ആളുകൾക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ പോലും നിങ്ങളതിനെ ജാമ്യത്തിന് പോകരുത്, പറഞ്ഞ് തർക്കം പരിഹരിക്കാൻ പോകരുത്. ജാമ്യം എന്ന് പറഞ്ഞാൽ അതാണല്ല കോടതിയിലോ സെഷനിലോ പോകുന്ന ജാമ്യമല്ല. അങ്ങനെ പോയാൽ അഗ്നിമാരുത യോഗം നിലവിലുള്ളത് കൊണ്ട് അവസാനം നിങ്ങളുടെ തലയിൽ വന്ന് വരും. ഞങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിൽ ചെയ്തപ്പോഴാണ് ഇയാൾ വന്ന് ഇത് ചെയ്തത് എന്ന് പറയും. അത് ഒഴിവാക്കാനാണ് ഈ നിലപാട് സ്വീകരിക്കേണ്ടത്. നിങ്ങൾക്ക് പറയാനുള്ളത് എവിടെയും ഒക്കെ അർത്ഥപൂർണമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ചോദ്യ വിശാഖം അനിഴംകാർ. അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു കാര്യത്തിൽ ചെന്ന് പറഞ്ഞ് ഇടപെട്ട് അതില്ലാതാക്കരുത്. നിങ്ങൾക്ക് ഐഡന്റിറ്റി ഉള്ളവരാണ്, അത് മനസ്സിലാക്കണം. കേട്ട മൂലം പോരാടം. ഇത് 3 പേരും ഓവർ സ്മാർട്ടാണ് എന്ന അഭിപ്രായം ഉള്ളവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ നില ഭദ്രമായി സൂക്ഷിക്കണം. പഠിക്കുന്നവരായാലും ജോലി തേടുന്നവരായാലും വിവാഹത്തിന് ശ്രമിക്കുന്നവരായാലും നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം. മറ്റുള്ളവരെ ഉപദേശിക്കാനൊന്നും പോകണ്ട. അവർക്ക് ചടുതി കോപമുണ്ടായാൽ നിങ്ങൾ തണുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ കോപിഷ്ഠനാകരുത്. എങ്കിൽ അഗ്നിമാരുത യോഗത്തിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഗ്യാസ്, കറണ്ട്, വെയിൽ ഇതെല്ലാം സൂക്ഷിക്കണം. അതിൽ നിന്നും പൊള്ളലേൽക്കാൻ സാധ്യതയുള്ളവരാണ്. കേട്ട മൂലം പോരാടം. 3 പേർക്കും നല്ല സമയമാണ്. വൃശ്ചികക്കൂറും ധനുക്കൂറുമാണ്. മറ്റ് അനുകൂല ഗ്രഹങ്ങൾ നിലവിലുണ്ട് എങ്കിലും ശനിയുടെയും ചൊവ്വയുടെയും നില സൂക്ഷിക്കേണ്ടതാണ്. വിനയം, ക്ഷമ എന്നിവ കാത്തു സൂക്ഷിക്കണം. ഉത്രാടം, തിരുവോണം, അവിട്ടം പരീക്ഷണഘട്ടമാണ്. ഭാഗ്യം വന്നും പോയും ഇരിക്കും. ഈ 3 പേരും പ്രധാനമായും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമ, ശാന്തത കൈവിടാതിരിക്കണം. പറയുന്നത് സ്റ്റുഡൻസിനോടായാലും ജോലിയുള്ളവരായാലും ജോലിയിൽ നിന്ന് വിരമിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നേണ്ടി വരുന്നവരായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ആ റിങ്ങിൽ നിന്ന് പുറത്ത് പോകരുത്. ക്ഷമ, ശാന്തത എന്നിവ കൈവിടരുത്. കുട്ടികൾ പഠിക്കുന്നവർക്ക് റാങ്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. കോപിഷ്ഠരായാൽ അത് കിട്ടുന്നിരിക്കില്ല. നല്ല വിവാഹം തേടുന്നവരുണ്ട്, അവർക്കും അതുപോലെയാണ്. നല്ല സ്റ്റാൻഡുള്ളവരായിരിക്കണം, വ്യക്തിത്വമുള്ളവരായിരിക്കണം. വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. അപ്പോൾ അഗ്നിമാരുത യോഗത്തെ ശ്രദ്ധിക്കുമല്ലോ. ഇത് കുംഭക്കൂറിലുള്ളവരാണ്. അവിട്ടം, ചതയം, ഉരുട്ടാതി, മുക്കാൽ ഇവരുടെ കാര്യവും പ്രധാനമായും ഉയർച്ചയുടെ പടിവാതിൽക്കൽ നിൽക്കുന്നവരാണ്. പ്രത്യേകിച്ച് ആഗസ്റ്റ് മുതൽ, അതായത് ചിങ്ങം മുതൽ. അതാ നന്മയുടെ കാലഘട്ടം. ഈ അഗ്നിമാരുത യോഗത്തിൻ്റെ ദോഷഫലങ്ങൾ ഏറ്റുവാങ്ങരുത്. നിങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ പെട്ടവർ ബിസിനസ്സുകാരാണ്, ജേർണലിസ്റ്റുകളാണ്, സയൻറ്റിസ്റ്റുകളാണ്. ഇപ്പോൾ ജോലിയുള്ളവർ പ്രൊമോഷൻ്റെ വക്കിലാണ്. ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എടുത്തുചാടി ഏതെങ്കിലും വിഷയം കൈകാര്യം ചെയ്യാൻ പോകരുത്. വീട്ടിലായാലും ആ പരിധി വിട്ട് ആരോടും പെരുമാറാൻ ശ്രമിക്കേണ്ട. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഉയർച്ചയുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് ഉയർച്ച ഉള്ളവരാണ്. അത് ഇല്ലായ്മ ചെയ്യരുത്. അഗ്നിയിൽ മാരുതൻ വീശിയാലുള്ള ഫലം അറിയാമല്ലോ, തീയാണ്. തീയാളിപ്പെടാൻ അവസരം ഉണ്ടാക്കരുത്. അടുത്തത് മീനക്കൂർ. ഉരുട്ടായി 4-ാം പാദം, തൃട്ടാതി, രേവതി. ഇവർക്ക് ഭാഗ്യത്തിൻ്റെ അവസരങ്ങൾ പലതും വന്നു ചേരുകയാണ്. ഉരുട്ടാതി, തൃട്ടാതി അവർക്ക് ഭവനയോഗം എന്തു തന്നെയായാലും ഉള്ളതാണ്. ഈ പറഞ്ഞ അഗ്നിമാരുത യോഗത്തിൻ്റെ മാരുതി പുറപ്പെടുവിക്കുന്ന ശനി നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, പറഞ്ഞേ പറ്റും. ശനിദോഷം മാത്രം പറഞ്ഞ് ശീലിച്ചിട്ടുള്ളവർ ഇവിടെ ശനിദോഷം പറയേണ്ട ആവശ്യം ഇല്ല. ജന്മത്തിലാണ് നിൽക്കുന്നത് എങ്കിലും അയ്യോ കഷ്ടം തന്നെ, ശനിയാണല്ലോ, തീർന്നു എന്ന് പറയരുത്. ശനി ദേവൻ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്ന കാലമാണ്. കാരണം എങ്ങനെയാണ്? വ്യാഴൻ്റെ ദൃഷ്ടി ശനിക്ക് കിട്ടുകയാണ്.
അതുകൊണ്ട് ശനിദേവൻ നിങ്ങൾക്ക് അനുകൂലമാണ്. അങ്ങനെ നിങ്ങളുടേതായ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരിടത്തും ഓവർ സ്മാർട്ടാകാൻ പോകരുത്. ഒരിടത്തും നിങ്ങൾ സൂപ്പർവൈസറാകാൻ ശ്രമിക്കരുത്. എങ്കിൽ കൈവരാൻ പോകുന്ന പല കാര്യങ്ങളിലും തീ പടരും. അതിനനുവദിക്കരുത്. തീ പടരാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ക്ഷമ സൂക്ഷിക്കുക, ക്ഷമാശീലരാവുക, കോപം വെടിയുക. അപ്പോൾ തീർച്ചയായും ശാന്തത കൈവരും. അത് പാലിക്കാൻ തീർച്ചയായും നമുക്ക് കഴിഞ്ഞേ തീരും. വീഡിയോ കാണുന്നവരോട് അങ്ങേയറ്റം നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.